അറിയാ ഒരു കാര്യം പറയാം, ആവശ്യമില്ലാതെ എന്റെ അടുത്ത് വഴക്കിടല്ലേ. അത് കാര്യം പറയാം, കാണിച്ചിട്ട് ആവശ്യമില്ല. നീ എന്റെ ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചെന്ന് നീ ഒന്നും കാണിച്ചില്ല. ചുമ്മാ ആവശ്യമില്ലായിരുന്നുണ്ട്. എടാ ഞാൻ ഇവിടെ കഴിക്കാൻ വെച്ചിരുന്ന ഭക്ഷണം അത് നീ എന്തിനാ കട്ടെടുത്ത് നിന്നത് എന്തിനാ? എന്റെ അളിയെ എനിക്ക് വിശന്നപ്പോ ഞാൻ എടുത്ത് കഴിച്ചാൽ ഞാൻ വിചാരിച്ച അളിയെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നേന്ന്. അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കി മേടിച്ചോട് വെച്ച് കഴിക്കണം. അല്ലാതെ വില ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എടുത്ത് കഴിക്കുന്നത് എന്റെ മനുഷ്യ ഒരു 3 പൊറോട്ടയ്ക്ക് മുട്ടക്കറിക്ക് വേണ്ടി ഇങ്ങനെ അടി വെക്കല്ലേ. നോയിക്കൊണ്ടിരിക്കുന്നു നാണക്കേട് എനിക്ക്. 3 പൊറോട്ട എന്നല്ല, പൊറോട്ടയ്ക്ക് മുട്ടയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി ആലഞ്ഞവനാ ഞാൻ. എന്റെ ദൈവമേ, എന്റെ ചേച്ചി ഏത് സമയത്താണ് ഈ കിഴങ്ങനെ കൊണ്ട് വന്നത്? നിന്റെ ചേച്ചിയും നിന്നെയും ഈ നിമിഷം ഞാൻ ഡൈവോഴ്സ് ചെയ്യും. ഡൈവോഴ്സ് ചെയ്യും. എങ്ങനെ ഡൈവോഴ്സ് ചെയ്യുന്ന നിന്റെ ചകട ഉണ്ടല്ലോ പോകുന്ന സാധനം ഇന്ന് രാത്രി പെട്രോൾ കത്തിക്കൂടാ. അമ്മ സത്യത്തിൽ എന്റെ ബൈക്കിനെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഏറിൽ നിന്ന് കത്തുവേ. കാര്യം പറയാം, അളിയനെ വെച്ചമ്മേക്കാക്ക് വീട്ടിൽ ഞാൻ ചുറ്റും എന്റെ ബൈക്കിനെ ഞാൻ പോയിട്ട് വരണേ കേട്ടാ. ആളിയാന്ന് പറഞ്ഞ് കിടക്കുന്നു. സ്വസ്ഥത കളയാൻ വേണ്ടി കുറയണം അറിയിരിക്കുന്നു. ഒരെണ്ണത്തിന്റെ സ്വസ്ഥതയില്ലായ്മ. അപ്പൊ ദേ വേറൊരു മുടി വളർത്തി വന്നിരിക്കുന്നു. കുളിക്കത്തില്ല, നനയില്ല, പല്ലുതപ്പില്ല. ഫ്രീക്കനോ ഫ്രീക്ക് പോയോ? രാത്രി പട്ടിണിയാണല്ലോ ദൈവമേ. ഇതെന്തോണ് അങ്കിള് എന്നെ പറഞ്ഞിട്ട് പോണത്? അതേന്ന് വിവരക്കേടാ, മിണ്ടണ്ട. ഇപ്പൊ നീ ഇവിടെ ഇത് ചോദിച്ചില്ലേ, ഇത് പുള്ളിനോടാ ചോദിച്ചെങ്കിൽ വേറൊരു തരം പെർഫോമൻസ് ഇപ്പൊ കാണായിരുന്നു. ഇപ്പൊ കനകം പോലീസ് ഉണ്ടാവൂല ക്ലീറ്റ്. പുള്ളിക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെളിവില്ല, ആരും അറിയാൻ പറ്റില്ല. വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ? പിന്നെ അല്ലാതെ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര മാന്യനാണ് പുള്ളി. ഒരിക്കൽ എല്ലാരും ഇവിടെ അമ്മ ഉള്ള സമയത്ത് എല്ലാവരും വിളിച്ചു, പാർട്ടിക്ക് വിളിച്ചു. അവാർഡ് കിട്ടിയതിന്റെ എന്തിന്റെ അവാർഡാണ് കിട്ടിയത്? നാടകത്തിന് ഏതോന്നല്ല പുള്ളിയുടെ മറ്റേ ഭീമന്റെ ചിക്സ്. കഥ കേട്ടിട്ട് നമ്മുടെ അമ്മ എന്ത് കരച്ചിലായിരുന്നു പറയും. നമ്മളിതുവരെ കണ്ടിട്ടില്ല. അല്ല എന്നിട്ട് സംഭവിച്ച പുള്ളി ഒരു പാർട്ടി നടത്താൻ തീരുമാനിച്ചു. എല്ലാവരും വിളിച്ചു, എല്ലാവരും വരണം, വളരെ സ്നേഹത്തോടെ വരണം എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരുങ്ങി കെട്ടി കുറച്ച് പേരൊക്കെ പോയി. ഞാൻ പോയില്ല. ലില്ലിയാൻറ്റി പോയായിരുന്നോ? അമ്മയും പോയി. ആര് വിളിച്ചോ? ഇവിടെ ആര് വിളിച്ചത് നിങ്ങളെ? കാലത്തിനൊക്കെ ഇവരെ എറിഞ്ഞു ഓടിച്ചടാ. പോയതേ ഓർമ്മയുള്ളൂ, അതേ സ്പീഡ് ഞങ്ങൾ തിരിച്ചു വിടത്തി. ഞാൻ അന്നേ പറഞ്ഞ ആവശ്യമില്ല. അപ്പൊ ആ പുള്ളി എന്ത് പറഞ്ഞാലും നമ്മളത് കേട്ടില്ല എന്ന് വെക്കണം. അവനോടുള്ള ദേഷ്യം നിന്നോട് തീർത്ത് അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും നാളെ ചോദിക്കാം. നാളെ കാണാൻ മോനെ സുഖം തന്നെ എന്നൊക്കെ ചോദിക്കണ്ട. മുടിയൊക്കെ നന്നായി നോക്കണോട്ടാ എന്ന് പറയും. പുള്ളിക്ക് നേരത്തെ ഇത്രയും മുടി ഉണ്ടായിരുന്നടാ, അതിന്റെ അസൂയാണ്. പോട്ടെ, എനിക്ക് മിനിറ്റ്സ് എഴുതാനുണ്ട് നാളെ. ശരിയായിട്ടൊക്കെ എഴുതി വെക്കണേ, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ വായിരിക്കണ വെക്കും. അയ്യോ, ഇത്ര നേരം നീ വന്നല്ലോ എഴുതിക്കൊണ്ടിരുന്ന. നിന്റെ ഭാര്യ തീരെ ശരിയല്ല കേട്ടോ. എന്റെ പെൺപുലിന്നൊക്കെ നിന്നെ പുറത്താക്കണം. എങ്ങനെയാലും പുറത്താക്കിയാൽ മതിയായിരുന്നു. എവിടെങ്കിലും സമാനമായിട്ട് വിട്ടിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇരിക്കത്തുമില്ല. അങ്ങനെ ഞാൻ പോകും. പെൺപുലി ഞാനില്ലാതെ ചലിക്കത്തില്ല. സത്യം പറഞ്ഞാണ്ടല്ലേ ഇവക്ക് എന്റെ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളെ അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യാൻ. നമുക്ക് നല്ല പെണ്ണിനെ ആലോചിക്കാൻ പാടില്ലേ? അതല്ല, ഇവന്റെ ഒരു ടീച്ചർ ഉണ്ട്, മൃണാളിനി എന്നായിട്ട് പറഞ്ഞ നല്ല ടീച്ചർ അല്ലേ? മൃണു എഴുതി ചെല്ല് പോ. എന്നാലും മൃണാളിനി കൊള്ളായിരുന്നു കേട്ടാ. വെറുതെ അങ്ങനെ ഒരു മൃണാളിനെ ഈ അപ്പുറത്തോട്ട് ഞാൻ കടത്തൂല. 3 പ്രാവശ്യം ഒരു പോയിന്റ് നിനക്ക്. മൃണാളിനി അപ്പൊ കുഴപ്പമില്ലല്ലോ, ആലോചിക്കണ പേര് വിളിച്ച് വേണ്ടട്ടാ. അയ്യോ ചെറിയ ആഗ്രഹം ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞാ പിന്നെ ഇനി ഒന്നുമില്ല. എന്റെ പോക്ക് മാറ്റിയാലോ? വാടാ അങ്ങനെ വരണ മുന്നേ ഞാൻ പോട്ട്. ഇല്ലടാ, കുഴപ്പമില്ലടാ. ഈ നാട്ടിലൊരു ഒച്ചയും ബഹളമൊക്കെ വേണ്ടേ? വേണം. അവയില്ലാത്തോണ്ട് എനിക്ക് വഴക്കൂടെ ആളില്ലായിരിക്കായിരുന്നു. അപ്പൊ രണ്ടാളിയന്മാർ വഴക്കൂടിയപ്പോ ഇതങ്ങ് സജ്ജമായില്ലേ? നിങ്ങക്ക് എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നമ്മളെ ഈ നാട്ടുകാർ അയൽവക്കാർക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെ ഒച്ചയും ബഹളമൊക്കെ ഇല്ലെങ്കിൽ ഈ നാട് ഉറങ്ങിപ്പോവും. ഇന്ന് അവനൊന്ന് ഫോൺ ചെയ്തിട്ടെങ്കിലും എന്റെ വിളിക്കണം.